ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സെൻറ്റൻസസുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. കാരണം അവരുടെ എല്ലാം ഡെയിലി ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം വീഡിയോസ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ബുക്കും പേന എടുക്കാനായിട്ട് മറക്കരുത്. ബുക്കും പേന എടുത്ത് കയ്യിൽ വെച്ചോ. നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഞാൻ പോകുമ്പോൾ നിന്നെ വിളിക്കാം. അല്ലേ, നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സെൻറ്റൻസാണ്. ഞാൻ പോകുമ്പോൾ നിന്നെ വിളിക്കാട്ടോ എന്ന് പറയും. അല്ലേ, നമ്മൾ ചില സ്ഥലങ്ങളെക്കുറിച്ച് വല്ലാതെ വർണ്ണിച്ച് കഴിയുമ്പോൾ സുഹൃത്ത് ചിലപ്പോൾ നമ്മളോട് പറയും, എടാ അടുത്ത പ്രാവശ്യം നീ പോകുമ്പോൾ എന്നോടും കൂടി പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ നിന്നെ കൂടെ വിളിക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ നിന്നെ കൂടെ വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്, സുഹൃത്തിൻ്റെ ഒരു വെഡ്ഡിങ് ഉണ്ട്, മറ്റൊരു സുഹൃത്തിനോട് പറയുകയാണ്, എടാ നീ കല്യാണത്തിന് പോകുന്നുണ്ടോ? അപ്പം പറയും, ഞാൻ പോകുന്നുണ്ട്, ഞാൻ പോകുമ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറയും. അല്ലേ, ഓക്കെ, ഞാൻ പോകുമ്പോൾ നിന്നെ വിളിക്കാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് പറയാം? I'll call you when I go. ഓക്കെ, എങ്ങനെ പറയാം? I'll call you when I go. ഓക്കെ, I will call you when I go എന്നുള്ളതിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് എങ്ങനെ പറയുന്നത്? I'll call you when I go. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടെ പറയാമോ? I'll call you when I go. ഇനി നമ്മളൊരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയിവാന്ന് വിചാരിക്കും. അപ്പോൾ സുഹൃത്ത് തലേ ദിവസം നമുക്ക് കുറച്ച് റൂംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ പറയാണ്, എടാ എനിക്കൊരു സിംഗിൾ റൂമാട്ടോ ഇഷ്ടം. ഓക്കെ, എനിക്ക് സിംഗിൾ റൂമാണ്, എനിക്ക് മറ്റുള്ളവരുടെ കൂടെ ഉറങ്ങുന്നത് ഇഷ്ടമല്ല, എനിക്കൊരു സിംഗിൾ റൂം കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു, എനിക്കൊരു സിംഗിൾ റൂമാണ് ഇഷ്ടം എന്ന് പറയും. ഓക്കെ, എനിക്കൊരു സിംഗിൾ റൂമാണ് ഇഷ്ടം എന്നിങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം. എനിക്കൊരു സിംഗിൾ റൂമാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കൊരു ഡബിൾ റൂമാണ് ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയും. അല്ലേ, നമ്മുടെ പ്രിഫറൻസസ് പറയും. ഓക്കെ, എനിക്ക് സിംഗിൾ റൂമാണ് ഇഷ്ടം എന്നിങ്ങനെയാണ് പറയുക. ഐ വുഡ് ലൈക്ക് എ സിംഗിൾ റൂം. ഓക്കെ, ഐ വുഡ് ലൈക്ക് എ സിംഗിൾ റൂം. ഓക്കെ, എനിക്കൊരു സിംഗിൾ റൂമാണ് ഇഷ്ടം. എങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് എ സിംഗിൾ റൂം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം കേട്ടോ. ഐ വുഡ് ലൈക്ക് എ സിംഗിൾ റൂം. ആരോ വരുന്നുണ്ട്. അല്ലേ, നമ്മൾ ചിലപ്പോൾ ഒരു രഹസ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തിൻ്റെ അടുത്ത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു, ആരോ വരുന്നുണ്ട് കേട്ടോ, ആരോ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയില്ലേ. ആരോ വരുന്നുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി ആവർത്തി ഒത്തിരി സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ്. എന്ത്? ആരോ വരുന്നുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സിമ്പിളായിട്ടോ, വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ പറയാം, someone is coming. എങ്ങനെ പറയാം? someone is coming. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, someone is coming. ഓക്കെ, അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു രഹസ്യം പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾ കേൾക്കാൻ പറ്റാത്തൊരു കാര്യം പറയുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ആരോ വരുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞേക്കണം. എങ്ങനെ പറയണം? someone is coming. ഓക്കെ, someone is coming. അവൻ ഇതുവരെ വന്നില്ല. അവൻ ഇതുവരെ വന്നില്ല. അടുത്ത സെൻറ്റൻസ് ആണോ, അവൻ ഇതുവരെ വന്നില്ല. നമ്മൾ ഇടയ്ക്ക് പറയുന്ന ഒരു സംഗതിയാണ്, ചില കൂട്ടുകാരന്മാർ നമ്മളെ വളരെയധികം പോസ്റ്റാക്കും എന്ന് പറഞ്ഞാൽ നല്ല വലിച്ച് നീട്ടി പോസ്റ്റാക്കും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, അവൻ വന്നോ? അപ്പോൾ നമ്മൾ പറയും, അവൻ ഇതുവരെ വന്നില്ല എന്ന് പറയും. അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ ചിലപ്പോൾ പറയും, ദേ മോൻ ഇതുവരെ വന്നില്ല കേട്ടോ, അല്ലെങ്കിൽ മക്കൾ ഇതുവരെ വന്നില്ല കേട്ടോ, അപ്പൻ ഇതുവരെ വന്നില്ല കേട്ടോ, അമ്മ ഇതുവരെ വന്നില്ല കേട്ടോ, അവൻ ഇതുവരെ വന്നില്ല. നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്. എങ്ങനെയാണ് നമുക്കിതിന് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റുക? ഹി ഹാസൻറ്റ് കം യെറ്റ്. ഓക്കെ, ഹി ഹാസൻറ്റ് കം യെറ്റ്. ഓക്കെ, ഹി ഹാസൻറ്റ് കം യെറ്റ്. ഓക്കെ, ഹി ഹാസ് നോട്ട് കം യെറ്റ് എന്ന് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹി ഹാസൻറ്റ് കം യെറ്റ്. ഓക്കെ, അവൻ ഇതുവരെ വന്നില്ല. ഹി ഹാസൻറ്റ് കം യെറ്റ്. അവൾ ഇതുവരെ വന്നില്ല എന്ന് നമുക്ക് പറയാം. ഷീ ഹാസൻറ്റ് കം യെറ്റ്. ഓക്കെ, ഷീ ഹാസൻറ്റ് കം യെറ്റ്. ഓക്കെ, ഷീ ഹാസൻറ്റ് കം യെറ്റ്. അവൻ വളരെ ഫേമസ് ആണ്. അല്ലേ, നമുക്കിപ്പോൾ ചുറ്റിനും ഒത്തിരി വ്ളോഗേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മുടെ ഒരു കൂട്ടുകാരൻ വളരെ ഫേമസ് ആയി. അപ്പോൾ നമ്മുടെ അടുത്ത് മറ്റൊരു ഫ്രണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട് ആ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ്, അപ്പോൾ അവൻ വളരെ ഫേമസ് ആണെന്ന് പറയുകയാണ്. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹീ ഈസ് വെരി ഫേമസ്. എങ്ങനെ പറയാം? ഹീ ഈസ് വെരി ഫേമസ്. ഓക്കെ, ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു സെൻറ്റൻസാണ്. പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഇത്തരം സെൻറ്റൻസസ് നമ്മുടെ നാവിൽ വരില്ല. അപ്പോൾ പല ആവർത്തി ഇതുപോലെ വീഡിയോസൊക്കെ കേട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ സാഹചര്യത്തിൽ നമുക്കിത് വരിക. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഹീ ഈസ് വെരി ഫേമസ്. ഇതുപോലെ തന്നെ അവൻ വളരെ കുപ്രസിദ്ധനാണ്. അവൻ കള്ളനായി പോയി എന്ന് വിചാരിച്ചോ, അവൻ വളരെ കുപ്രസിദ്ധനാണെന്ന് നമുക്ക് പറയാം. എങ്ങനെ? ഹീ ഈസ് നൊട്ടോറിയസ്. ഓക്കെ, എങ്ങനെ പറയാം? ഹി ഈസ് നൊട്ടോറിയസ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹി ഈസ് വെരി ഫേമസ്, നമ്മളിവിടെ പറഞ്ഞു ഹി ഈസ് നൊട്ടോറിയസ്. ഓക്കെ, എഴുതിയെടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പ്രസിദ്ധനാണ്, കുപ്രസിദ്ധനാണ്. പ്രസിദ്ധനാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഹി ഈസ് വെരി ഫേമസ്. കുപ്രസിദ്ധനാണെങ്കിൽ നമ്മൾ പറയും ഹി ഈസ്
notorious. നീ എവിടെയാണ്? ഓക്കെ, നീ എവിടെയാണെന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ചോദിക്കുന്നതാണ് അല്ലേ? നമ്മുടെ ഭാര്യയുടെ അടുത്ത്, മക്കളുടെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്തൊക്കെ ചോദിക്കും നീ എവിടെയാണ് എന്ന് ചോദിക്കും. കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കും നീ എവിടെയാണ് എന്ന് ചോദിക്കും. ഓക്കെ, നീ എവിടെയാണെന്ന് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? വേർ ആർ യു? ഓക്കെ, വേർ ആർ യു? ഓക്കെ, വേർ ആർ യു? ഓക്കെ, നീ എവിടെയാണ്? വേർ ആർ യു? ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയോ കേട്ടോ. വേർ ആർ യു? ഓക്കെ, പല ആവർത്തി പറഞ്ഞു നോക്കിയാലുള്ള ഗുണം എന്താണെന്നറിയൂ? നമ്മളൊരു സാധനം സംസാരിക്കാൻ തുടങ്ങുന്നത് ഒക്കെ നമ്മുടെ നാവിലേക്ക് വരും. ഓക്കെ, റൈറ്റ്. വേർ ആർ യു? ഓക്കെ, നീ എവിടെയാണ്? വേർ ആർ യു? ഇനി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ചോദിച്ചാൽ നീ എവിടെയാണ്. ഇനി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ വളരെ സിമ്പിളാണ്. വേർ were you? ഓക്കെ, അപ്പോൾ വേർ ആർ യു എന്നുള്ളതിൻ്റെ ആർ ഒന്ന് മാറ്റി വേർ ആക്കിയാൽ മതി. അപ്പോൾ എങ്ങനെ വരും? വേർ were you? ഓക്കെ, നീ എവിടെയായിരുന്നു? ഓക്കെ, അപ്പോൾ നീ ഇപ്പം എവിടെയാണെന്ന് എങ്ങനെ ചോദിക്കുക? വേർ ആർ യു? നീ എവിടെയായിരുന്നു എങ്ങനെ ചോദിക്കുക? വേർ were you? നമ്മൾ മറ്റൊരു സെൻറ്റൻസ് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തും കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ്. വിശപ്പിൻ്റെ അസുഖങ്ങളുടെ അടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ? നിനക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന്. ചിലപ്പോൾ നമുക്ക് നല്ലാതെ വിശന്നിരിക്കുന്ന സമയമായിരിക്കും നമ്മൾ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിക്കുക, എടാ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കല്ലേ? എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? വിശക്കുക എന്നുള്ളതിനൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അത് തന്നെ, ഹംഗ്രി. ഓക്കെ, ഹംഗ്രി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുക? ആർ യു ഹംഗ്രി? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുക? ആർ യു ഹംഗ്രി? ഇനി നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ആർ യു തേഴ്സ്റ്റി? ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുക? ആർ യു തേഴ്സ്റ്റി? നിനക്ക് ദാഹിക്കുന്നുണ്ടോ? അപ്പോൾ വിശക്കുന്നുണ്ടോ എന്ന് ആർ യു ഹംഗ്രി എന്നും ദാഹിക്കുന്നുണ്ടോ എന്ന് ആർ യു തേഴ്സ്റ്റി എന്നുമാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആർ യു എന്നുള്ളത് സെയിം ആയിട്ട് അവിടെ നിൽക്കും. ഹംഗ്രിയും തേഴ്സ്റ്റിയും. തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹിക്കുക, ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശക്കുക. ഈ രണ്ട് വാക്ക് മാത്രം ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. ആർ യു ഹംഗ്രി? ആർ യു തേഴ്സ്റ്റി? അവൻ എന്നേക്കാൾ വേഗതയുള്ളവനാണ്. ഓക്കെ, അവൻ എന്നേക്കാൾ വേഗതയുള്ളവനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ? നമ്മൾ പല കാര്യങ്ങളും ജോലികൾ ചെയ്യുമ്പോൾ, ചിലപ്പോൾ കാർ ഓടിക്കുമ്പോൾ, ബൈക്ക് ഓടിക്കുമ്പോൾ, സൈക്കിൾ ഓടിക്കുമ്പം നമ്മൾ പറയും അവൻ എന്നേക്കാളും വേഗതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും അവൻ എന്നേക്കാൾ വേഗതയുള്ളവനാണ്. ഓക്കെ, അവൻ എന്നേക്കാൾ വേഗതയുള്ളവനാണ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ഹീ ഈസ് ഫാസ്റ്റർ ദാൻ മീ. ഓക്കെ, എങ്ങനെ പറയാം? ഹീ ഈസ് ഫാസ്റ്റർ ദാൻ മീ. ഓക്കെ, എങ്ങനെ പറയാം? ഹീ ഈസ് ഫാസ്റ്റർ ദാൻ മീ. ഓക്കെ, അവൻ എന്നേക്കാൾ വേഗതയുള്ളവനാണ്. ഹീ ഈസ് ഫാസ്റ്റർ ദാൻ മീ. ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ. അവൻ എന്നേക്കാൾ വേഗതയുള്ളവനാണ്. ഹീ ഈസ് ഫാസ്റ്റർ ദാൻ മീ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. അതെവിടെയാണ് സംഭവിച്ചത്? അതെവിടെയാണ് സംഭവിച്ചത്? ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിനെ പറ്റിയിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് പറയുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നമ്മളൊരു ആക്സിഡൻറ്റ് കേസ് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കും അതെവിടെയാണ് സംഭവിച്ചത്? എവിടെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കും അല്ലേ? അതെവിടെയാണ് സംഭവിച്ചത് എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ? വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഓക്കെ, വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ? വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ? അതെവിടെയാണ് സംഭവിച്ചത്? ഓക്കെ, എങ്ങനെ പറയാം? വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ? വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഇനി നമുക്ക് അവസാനത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ഓക്കെ, ഇതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ചിലർ വമ്പൻ ഐഡിയ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു കുന്തവും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും ഇതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കണേ? അല്ല ശരിക്കും നീ എന്താ ഉദ്ദേശിക്കണേ എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇനി തുടങ്ങി അത്തരം ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കണം. കാരണം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓക്കെ, ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക വാട്ട് ഡസ് ഇറ്റ് മീൻ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഓക്കെ, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നെങ്ങനെ വീണ്ടും ചോദിക്കുക? വാട്ട് ഡസ് ഇറ്റ് മീൻ? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഓക്കെ, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രാവശ്യം കൂടി പറയാം. വാട്ട് ഡസ് ഇറ്റ് മീൻ? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇനി നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാം, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, വാട്ട് യു മീൻ എന്നൊക്കെ ഇതിന് ഈ ഒരു സെയിം സെൻറ്റൻസ് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വാട്ട് ഡു യു മീൻ? നീ എന്താ
ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി സെൻറ്റൻസസ് ഇന്ന് പഠിച്ചു. ഈ സെൻറ്റൻസസ് എല്ലാം നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു ഭാഷ പഠിക്കുന്നതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നല്ല ഇംഗ്ലീഷ് കേൾക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ ഫോൺ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണ്? ഇംഗ്ലീഷ് ഭാഷ വളരെ എളുപ്പമുള്ള ഒരു ലാംഗ്വേജാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിന് നന്നായിട്ട് ഇംഗ്ലീഷ് നമ്മൾ കേൾക്കാൻ തുടങ്ങണം. നമ്മളിതുപോലെ പഠിച്ച ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ തുടങ്ങണം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിത് എഴുതിയെടുത്താൽ മാത്രം പോരാ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതിന് വേണ്ട എന്ന അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linto.